ആനകൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും കഥകളിലൂടെ വരച്ചു കാട്ടുകയാണ് സുമ പള്ളിപ്പുറം. എന്റെ സ്വകാര്യ ദുഃഖം എന്ന ബാലസാഹിത്യ കൃതിയിലൂടെ പ്രകൃതി സ്നേഹിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുമ പള്ളിപ്പുറം കുട്ടിക്കാലം മുതൽ ആനച്ചന്തത്തിനപ്പുറം ആനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ശ്രദ്ധിച്ചത്. ആനകളുടെ മാത്രമല്ല എന്റേത് കൂടെ ദുഃഖങ്ങളാണ് എഴുതിയതെന്ന് സുമ പള്ളിപ്പുറം പറയുന്നു. കാരണം ആന അനുഭവിക്കുന്ന പീഡനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും എന്ത് പറയേണ്ടത് അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നതായിട്ട് പോലും തോന്നിപ്പോകുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് പല സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടായത്. ആനകളെ പറ്റി ഒട്ടേറെ ഐതിഹ്യങ്ങളും കഥകളും കവിതകളുമുണ്ട്. എന്നാൽ ആനകളുടെ വേദനകൾ വരച്ചു കാട്ടുന്നത് അപൂർവമാണെന്ന് അവതാരികയിലൂടെ മലയത്ത് അപ്പുണ്ണി പറയുന്നു. കോഴിക്കോട് നിന്നുള്ള സദ്ഭാവന ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കൃഷ്ണമേനോൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ സുമ കവിതകളും മിനി കഥകളും എഴുതിയിട്ടുണ്ട്. എന്റെ സ്വകാര്യ ദുഃഖം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്. എഴുത്തിൽ കഴിവ് തെളിയിച്ച സുമ പാചക കാര്യത്തിലും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുകയാണ് തന്റെ അടുത്ത കൃതിയായ പാചകകലയെക്കുറിച്ചുള്ള പുസ്തകത്തിലൂടെ. വലിയ പാചക പുസ്തകം എടുത്തു നോക്കിയാൽ 1 കപ്പ് 1.5 കപ്പ് അങ്ങനെയാണ് അളവാന്നല്ല വരുന്നത്. 1 പിടി 1 നുള്ള്. അപ്പോൾ ഒരു ചെറിയ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം 1 നുള്ള് എന്ന് പറഞ്ഞാൽ അവർക്ക് 1 നുള്ള് എന്താണെന്നും 1 പിടി എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ എല്ലാ അളവുകൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നെല്ലാം വളരെ നന്നായി വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പാചകപുസ്തകമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ബാലസാഹിത്യ കൃതിയിലെ ചിത്രങ്ങൾ വരച്ചത് മകൻ റോഷ്നാഥാണ്. MSc വൈൽഡ് ലൈഫിൽ PG ചെയ്യുന്ന മകൻ റോഷ്നാഥ് അമ്മയുടെ എഴുത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ഫീൽഡിലാണെന്ന്, വൈൽഡ് ലൈഫ് ഫീൽഡായതുകൊണ്ട് മമ്മി അതിൽ എൻ്റെ കൂടെ തന്നെ വരാറും കാട്ടിലെല്ലാം വരുത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ ജീവികളെ കണ്ട് അതിനെപ്പറ്റി പഠിക്കാറുണ്ട്. അറിയാത്ത കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയതിൽ സന്തോഷമുണ്ട്. മകന്റെ പഠനാർത്ഥം 3 വർഷമായി വയനാട്ടിൽ കഴിയുന്ന ഇവർ ചിലപ്പോഴൊക്കെ കണ്ണൂരിലെ വീട്ടിൽ വരും. സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സുമ പള്ളിപ്പുറത്തിന് സാംസ്കാരിക പ്രതിഭയ്ക്കുള്ള മാരിവെല്ല പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് രമേശിന്റെയും മകന്റെയും പ്രോത്സാഹനം ലഭിക്കുന്നതിനാൽ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് സുമ പള്ളിപ്പുറം.